സോണിന്റെ ഓപ്പണിംഗ് സീനിൽ റെസ്ട്രിക്ഷൻസ് അതെല്ലാം ബ്രേക്ക് ചെയ്ത് നമ്മുടെ സോൾ റീപ്പർ ക്യാപ്റ്റൻസ് അവരെല്ലാവരും ഫുള്ളായി ടെററായിട്ട് നിൽക്കും. അതുകൊണ്ട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ ഹോളോസ് അവരെല്ലാവരും പേടിച്ച് അവരുടെ അൺലിമിറ്റഡ് പവർ കണ്ട് അങ്ങനെ ഞെട്ടാണ്. സത്യത്തില് ഇവിടെ എന്താ സംഭവിക്കണേ? ഇത്രയും നേരവും ഞാൻ ഫൈറ്റ് ചെയ്ത സോൾ റീപ്പർ തന്നെയാണോ ഇവൻ ചിന്തിച്ച് ആ ഒരു ഹോളോ അവനാണെങ്കിൽ ഇപ്പൊ തോഷിറോയെ നോക്കും. അതിന് തോഷിറോ ആണെങ്കിൽ അവനെ നോക്കി കാഷ്വലായിട്ട് ചിരിക്കും. ആക്ച്വലി ഞങ്ങളുടെ 80% പവർ ലോക്ക് ചെയ്ത് കുറെ അധികം റെസ്ട്രിക്ഷൻസോട് കൂടെയാണ് ഞങ്ങളെ സോൾ സൊസൈറ്റിയിൽ നിന്ന് ഇവിടേക്ക് അയച്ചത്. ഞങ്ങളുടെ 100 ആൻഡ് എബോ പവർ അത് ആ സോൾ സൊസൈറ്റിയിൽ മാത്രമേ യൂസ് ചെയ്യാൻ ഇത്രയും കാലവും കഴിയുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസിൽ ഇപ്പം ഞങ്ങളുടെ റെസ്ട്രിക്ഷൻസ് അതെല്ലാം തന്നെ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഏറ്റുമുട്ടാം. നീ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ ഞാൻ വെറും ഒരു യൂസ്ലെസ് ആണോ അല്ലയോ എന്ന് തെളിയിക്കാൻ പറ്റിയ അവസരമാണ്. നമുക്ക് രണ്ടുപേർക്കും ഏറ്റുമുട്ടാം. അത് കേട്ട് തോഷിറോയുടെ ഓപ്പോസിറ്റ് ഉള്ള ആ അരങ്കാർ ഹോളോ അവനാണെങ്കിൽ പേടിച്ച് ഇപ്പൊ പതിയെ പിന്നോട്ട് മാറും. കാരണം തോഷിറോയുടെ പവർ അത് അവിടെ മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. തോഷിറോയുടെ മാത്രമല്ല ആ ഉണ്ടായിരുന്ന എല്ലാ സോൾ റീപ്പർ ക്യാപ്റ്റൻസിന്റെ പവർ പുറത്തേക്ക് പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ റാഞ്ചിയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ ബാങ്കായെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുവരാണ്. അവന്റെ പവർ അതങ്ങനെ പുറത്തേക്ക് വരെ വലിയൊരു റെഡ് കളറിലുള്ള ഗോളമായിട്ട് മാറും. അവന്റെ പവർ അത് പുറത്തേക്ക് വലിയൊരു ഗോളായി വരുന്നത് കാണുമ്പോൾ തന്നെ ആ അരങ്കാരന് മനസ്സിലാവും ഒരു കാരണവശാലും റാഞ്ചിയെ അവനെ കൊണ്ട് തോൽപ്പിക്കാനാവില്ല എന്ന്. റാഞ്ചി ആണെങ്കിൽ അവന്റെ ഫുൾ ഫോമിൽ എത്തിക്കഴിഞ്ഞു. അവന്റെ മോൺസ്റ്റർ ഫോമിലേക്ക് അവൻ പതിയെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ ആ ഉണ്ടപ്പൻ അരങ്കാരനെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ഫോമിലേക്ക് വന്ന് ചാടി എഴുന്നേറ്റ് നിൽക്കും. അത് കാണുമ്പോൾ അവന് ഭയങ്കര അത്ഭുതം. ഇത്രയും സമയം അവന്റെ കയ്യിൽ നിന്ന് ചവിട്ടും ഇടിയും മാത്രം വാങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ചുന്ദരി പെണ്ണ് അവൾക്കെങ്ങനെ ഇത്രയും കോൺഫിഡൻസും പവറും ഒക്കെ കിട്ടി ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇതാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ചുന്ദരി സോൾ റീപ്പർ അവൾ കറങ്ങി വന്ന് ഒരൊറ്റ അടി. ആ ഒരു അടിയിലാണെങ്കിൽ ആ ജയന്റ് മോൺസ്റ്റർ അതങ്ങനെ അട്ടിച്ച് താഴെ വീടുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് തോഷിറോട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ ഒരു അരങ്കാർ ഹോളോ അതാണെങ്കിൽ ഈ കാഴ്ച കണ്ട് അങ്ങനെ പേടിക്കുകയാണ്. അതിനുശേഷം ഒന്ന് തോഷിറോയെ നോക്കി അങ്ങനെ ടേൺ ചെയ്ത് ഉഷാറായിട്ട് 100-110 അവിടുന്ന് ഓടും. തോഷിറോ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അതിന്റെ പിന്നാലെ പോയി അതിനെ അറ്റാക്ക് ചെയ്യാണ്. അവർ രണ്ടുപേരും ആയിട്ട് ഫൈറ്റ് ചെയ്ത് തോഷിറോ അതിനെ തോൽപ്പിക്കും. പക്ഷെ എന്താ തോഷിറോയ്ക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റി. മറ്റൊരു ഭാഗത്ത് റാഞ്ചി അവനും ആ ഹോളോയെ തോൽപ്പിക്കുമെങ്കിലും അവനും നല്ല രീതിയിൽ പരുക്ക് പറ്റിയിരിക്കുകയാണ്. അവന്റെ ഏറ്റവും വലിയ ടെൻഷൻ അത് ഇച്ചുകോയെ കുറിച്ച് ഓർത്താണ്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, അവരിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ അരങ്കാർ ഹോളോ അതുള്ളത് ഇച്ചുകോയുടെ അടുത്താണ്. എത്രയും വേഗം ഇച്ചുകോയുടെ അടുത്തേക്ക് എത്തി അവനെ സഹായിച്ചിട്ടില്ല എങ്കിൽ അവന്റെ ജീവന് അത് വലിയ ആപത്തായി മാറും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്ത് ഇച്ചുകോയുടെ ഫ്രണ്ട് ആണെങ്കിൽ മൊട്ട സോൾ റീപ്പറിനെയും ആളുടെ സിസ്റ്ററിനെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് വരികയാണ്. അവന്റെ സിസ്റ്റർ ആണെങ്കിൽ അവരെ കണ്ട് ഇപ്പൊ അവനോട് ദേഷ്യപ്പെടും. അവനാണെങ്കിൽ അവളോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നീ കേൾക്ക്. ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. കുറച്ച് ദിവസത്തേക്ക് എനിക്കിവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തേ പറ്റൂ. അത് കേട്ട് അവളാണെങ്കിൽ ആ മൊട്ടയെ നോക്കും. അവനെ കാണുമ്പോൾ തന്നെ അവള് ആകെ വിവശയായി അങ്ങനെ കറങ്ങി വന്ന് മൊട്ടയെ പ്രപ്പോസ് ചെയ്യും. അതേസമയം ഇവിടെ ഇച്ചുകോയുമായിട്ട് റുക്കയുമായിട്ട് ആ ഒരു മെയിൻ വില്ലൻ അവനാണെങ്കിൽ പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റിന്റെ ഇടയിൽ അവൻ റുക്കയെ ആഞ്ഞു വെട്ടും. അത് കണ്ട് കൺട്രോൾ പോയ ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അവനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും. പക്ഷെ എത്രയൊക്കെ ആഞ്ഞു വെട്ടിയിട്ടും അവന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വീടില്ല. അതിനാ വില്ലൻ പറയും, എന്നെ തകർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ബാങ്കായി പവർ അത് ഉപയോഗിച്ചേ പറ്റൂ, അല്ലാതെ എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ക്രിയേറ്റ് ചെയ്യാൻ നിന്നെ കൊണ്ടാവില്ല. വഴിയില്ലാന്ന് മനസ്സിലാക്കിയ ഹീറോ അവൻ രണ്ടാമൊന്നും ചിന്തിക്കാതെ അവന്റെ ബാങ്കായെ റിലീസ് ചെയ്യും. അതിനുശേഷം ആ വില്ലനെ തകർക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. പക്ഷെ ആ വില്ലൻ അവനൊരു സാധാരണ അലങ്കാരല്ല. അവൻ ഹീറോയുടെ ബാങ്കായി അത് തന്നെ പിടിച്ചു വലിച്ച് അങ്ങനെ കറക്കി ഹീറോയെ ദൂരേക്ക് വലിച്ചെറിയും. ഹീറോ ആണെങ്കിൽ ഒരുപാട് ശ്രമിച്ച് അവനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവന്റെ അറ്റാക്കിന് മുൻപിൽ ഹീറോയെ കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് ആവില്ല. അവൻ അച്ചറം പൊച്ചറം ഇടിച്ച് ഹീറോ ഛർദിച്ച് അവന്റെ പവർ പോലും പുറത്തേക്ക് വന്ന് നിലത്തങ്ങനെ അട്ടിച്ചു വീഴുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ അങ്ങനെ നിരാശനായിട്ട് നിൽക്കും. ഹീറോയുടെ പവർ അത് മുഴുവനായിട്ടും ഡ്രെയിനായി അവനിപ്പോ അങ്ങനെ വീണ് കിടക്കുകയാണ്. അവൻ താഴേക്ക് നോക്കും. അവൻ വീണ ഭാഗത്ത് ഇപ്പൊ വലിയൊരു കുഴി തന്നെ ഫോം ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു അറ്റാക്കിൽ അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിക്കഴിഞ്ഞു. അതേസമയം അവനാണെങ്കിൽ വീണ്ടും
ഹീറോയെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. ഫ്ലാഷ് ബാക്കിൽ ആ ഒരു ജിമ്മൻ മോൺസ്റ്റർ അവനാണെങ്കിൽ ഹീറോയെ അച്ചരം പൊച്ചരം ഇട്ടിക്കും. അതേസമയം അവന്റെ ഹോലോ പവർ അങ്ങനെ പുറത്തു വന്ന് അവന്റെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയം അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഹോലോയെ കൺട്രോൾ ചെയ്തു. പക്ഷേ എന്താ, ഹീറോയെ കൊണ്ട് ആ ഫൈറ്റിൽ ആ വില്ലനെ അവനെ തോൽപ്പിക്കാനായില്ല. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. പ്രസന്റില് ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻസ്ഡായ നമ്മുടെ ഹീറോ അവനവന്റെ ബാങ്കായി ഫോം അത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് ആ മെയിൻ ഹോലോയെ അങ്ങനെ അച്ചറം പൊച്ചറ ആഞ്ഞു വെട്ടും. ചോര തെറിച്ച് ആ ഹോലോ പുറകിലേക്ക് പോവും. പക്ഷെ അപ്പോഴും ആണെങ്കിൽ യാതൊന്നും സംഭവിക്കാത്തതുപോലെ ഹീറോയെ നോക്കി കാഷ്വലായിട്ട് ചിരിക്കും. വില്ലനാണെങ്കിൽ ഒരു ബാറ്റിൽ മാനിയാക്കാണ്. അവന് വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്ത് അവസാനം വരെ നിന്ന് പോരാടാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ്. സോ ആവേശത്തിൽ അവൻ വീണ്ടും ഹീറോയ്ക്ക് നേരെ പാഞ്ഞടുക്കും. അടുത്ത നിമിഷം ഹീറോയുടെ ബോഡിയിലെ ആ ഹോലോ പവർ അത് പുറത്തേക്ക് വരികയാണ്. ആ ഹോലോയ്ക്ക് പിടികിട്ടും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഹീറോ തീർച്ചയായിട്ടും ഈ ഒരു ഫൈറ്റിൽ കൊല്ലപ്പെടുമെന്ന്. ആ ഹോലോ അത് പതിയെ പതിയെ ഹീറോയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അതിന് ഹീറോ ആണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ ആ ഒരു വില്ലൻ അവനാണെങ്കിൽ ഹീറോയെ തന്നെ നോക്കും. ഹീറോയ്ക്ക് എന്താ സംഭവിക്കണേന്ന് അവന് മനസ്സിലാവില്ല. പക്ഷേ ഇതൊരു നല്ല ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിൽ അവനെ കൊല്ലാന്ന് പറഞ്ഞ് ആ ഹോലോ ആണെങ്കിൽ ഹീറോയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന അതേസമയം ഐസന്റെ അസിസ്റ്റന്റ് ഓഷ്യൻ അവൻ അവിടേക്ക് വന്ന് ഇപ്പൊ ആ നീലമുടിയനെ തടയും. നീ എത്രയും വേഗം തിരികെ ഹോലോ വേൾഡിലേക്ക് വരണം. ഹോലോയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. നിങ്ങൾ എന്താ ഈ പറയണേ? അവനെ കൊല്ലാൻ എനിക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് ആണിത്. എനിക്ക് അവനെ കൊന്നേ പറ്റൂന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് പോവും. അതിന് ഐസന്റെ അസിസ്റ്റന്റ് അവൻ തീർത്തു പറയും, ഇത് ഐസന്റെ ഓർഡർ ആണ്, തീർച്ചയായിട്ടും നീ ഇതനുസരിച്ചേ പറ്റൂന്ന് പറയും. അത് കേട്ട ഹോലോ അവൻ പ്രത്യേകിച്ചൊന്നും പറയാതെ അവനോടൊപ്പം ഒരു പോർട്ടലിലൂടെ ഇപ്പൊ ഹോലോ വേൾഡ് അത് ലക്ഷ്യമാക്കി അങ്ങനെ കടന്നു പോകും. ഇച്ചിഗോ ആണെങ്കിൽ അത് കണ്ട് വിളിച്ചു ചോദിക്കും, എന്തു പറ്റി, നീ പേടിച്ച് മടങ്ങുകയാണോ? അവനങ്ങനെ ടേൺ ചെയ്ത് ഇച്ചിഗയോട് പറയും, ഞാൻ എൻ്റെ 1% പോലും നിനക്കെതിരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ പവർ അത് നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഈ ഒരു സിറ്റി അത് തന്നെ മുഴുവനായിട്ടും തകർന്നു പോവും. അത് കേട്ട് ഹീറോ അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. അല്പസമയം കഴിഞ്ഞ് റാഞ്ചി അവനിപ്പോ അവിടേക്ക് കടന്നു വരികയാണ്. ഹീറോയെ കാണുമ്പോൾ അവൻ ഒരുപാട് ആശ്വാസം. അവൻ കരുതിയതുപോലെ ആ മെയിൻ വില്ലൻ ഹീറോയുടെ ജീവന് യാതൊരു ആപത്തും വരുത്തിയിട്ടില്ല. അവൻ സമാധാനത്തില് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഇച്ചിഗോയെ നോക്കി നിൽക്കും. അതേസമയം ഇച്ചിഗോ അവനിപ്പോ അവന്റെ സ്ക്വാഡ് കയ്യിലെടുക്കും. അവന് നന്നായിട്ട് അറിയാം അവന്റെ പവർ അത് വളരെ നന്നായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഇനിയും മുൻപോട്ടേക്ക് പോയ ഇച്ചിഗോയെ കൊണ്ട് ആരെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. മാത്രമല്ല ഐസനും ഹോളോ വേൾഡും അവരെല്ലാവരും ചേർന്ന് ഹ്യൂമൻ വേൾഡും സോൾ സൊസൈറ്റിയും എല്ലാം തകർക്കും. സോ എത്രയും വേഗം എന്റെ പവർ എൻഹാൻസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ സ്റ്റബേൺ ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒറിഹിബ അവളാണെങ്കിൽ പരിക്ക് പറ്റിയ എല്ലാവരെയും അവളുടെ പവർ ഉപയോഗിച്ച് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കാണിക്കും. അവളുടെ നിലയാണെങ്കിൽ വളരെ മോശമാണ്. ഉറഹറയും ആ മീശക്കാരനും അവർ രണ്ടുപേരും ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് പഴയ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ അവരെല്ലാവരും റുഖയെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.